ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കണ്ണൂരിൽ നിന്നും തലസ്ഥാനം വരെ നീണ്ട നവകേരള യാത്രയിൽ ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരും പിന്നീട് പിണറായി വിജയന് ഗൺമാന്മാരും നടത്തിയ രക്ഷാപ്രവർത്തന തേർവാഴ്ച കേരളം മറന്നിട്ടില്ല. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ച് നീങ്ങിയ യാത്ര അത് കണ്ട ജനം വോട്ട് കുത്തുമ്പോഴും ആ രംഗം മറക്കാഞ്ഞതുകൊണ്ടാകുമല്ലോ അടികൊണ്ട് AD തോമസ് അടക്കം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവർക്കെതിരായ നടപടി മറക്കില്ല എന്ന മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെയും ആദ്യ മന്ത്രിസഭായോഗത്തിനിപ്പുറവും കണ്ടു. SIT രൂപീകരിച്ചുള്ള പ്രഖ്യാപനത്തിലും ദ്രുതവേഗമായിരുന്നു. പക്ഷേ മുൻ ഗൺമാന്മാരെ രക്ഷിക്കാൻ ADGP MR അജിത് കുമാർ നടത്തിയ അനാവശ്യ ഇടപെടലിന്റെ വിവരങ്ങൾ പുറത്തുവന്നതോടെ കാര്യങ്ങൾക്ക് വേഗം കുറഞ്ഞു. കഴിഞ്ഞ മാസം 23-ന് DGPക്ക് SIT കൈമാറിയ റിപ്പോർട്ടിന്മേൽ DGP SITക്ക് ആ റിപ്പോർട്ട് മടക്കിയിരിക്കുന്നു. കോടതിയിൽ തിരിച്ചടിയുണ്ടാകാത്ത റിപ്പോർട്ടിനാണത്രേ മടക്കിയത്. RSS നേതാക്കളെ കണ്ട വിഷയമടക്കം MR അജിത് കുമാറിനെതിരെ പ്രതിപക്ഷത്തിരിക്കെ നീങ്ങിയ ഇപ്പോഴത്തെ ഭരണപക്ഷം ഇപ്പോൾ നടപടിക്രമങ്ങൾക്കുള്ള കാത്തിരിപ്പിലാണ്. ഈ മാസം 31-ന് അജിത് കുമാറിന് DGP സ്ഥാനത്തേക്കുള്ള കയറ്റം വരെ ഈ കാത്തിരിപ്പ് നീളുമോ? ആർക്കാണ് ഇത്ര ധൃതിയെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് നടപടിയിൽ ഇപ്പോൾ തിടുക്കമില്ലേ എന്നതാണ് തിരിച്ചുള്ള ചോദ്യം. കോൺഗ്രസ് MLA AD തോമസ്, അഡ്വക്കേറ്റ് അബിയൻ ഹസ്കർ RSP പ്രതിനിധി, അഡ്വക്കേറ്റ് MR അഭിലാഷ് നിയമവിദഗ്ധൻ, ആനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് പോവുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായി നടത്തിയ ആദ്യ മന്ത്രിസഭായോഗത്തിൽ ആ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വൈകാരികവും എടുക്കാൻ പോകുന്ന നടപടിയുടെ വേഗം വ്യക്തമാക്കുന്നതുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന് പറഞ്ഞു. അതിൽ SIT രൂപീകരിച്ച കാര്യമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം അങ്ങ് കണ്ടിരിക്കുമല്ലോ. എന്താണ് ആ പ്രതികരണത്തിൽ നിന്നും അങ്ങയുടെ മനസ്സിലാക്കുക? അല്ല, VD സതീശൻ അധികാരമേറ്റ ഉടനെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു വേഗത ഇപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഈ അദ്ദേഹം നിയമസഭയിലും അതിനുശേഷം ഇതിനു മുൻപത്തെ കഴിഞ്ഞ ആഴ്ചത്തെ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിങ്ങിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, ഞാൻ ഈ വിവാദങ്ങളെല്ലാം കാണുമ്പോൾ അത് ആസ്വദിക്കുകയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഞാൻ വ്യക്തത നൽകിയില്ലേ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിനു മുൻപ് ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ നിയമസഭയിൽ വലിയ വിവാദം ഉണ്ടായപ്പോൾ അന്നും ചാനലുകളൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിണറായി വിജയൻ പഴയ സർക്കാരിനെതിരെ ഈ വിദേശ മദ്യം, ഫോറിൻ ലിക്കറിന് ജോണി വാക്കറിനും ശിവ ശ്രീകളുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിച്ചോ എന്ന് തിരിച്ച് ചോദിച്ച് അദ്ദേഹം പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ വല്ല കാര്യവുമാണോ ഈ 20-ാം തീയതി ഇപ്പോൾ കേരളത്തിലെ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറിയും DGP കൂടി ഈ അടുത്ത DGP റാങ്കിൽ MR അജിത് കുമാറിന് 31-ാം തീയതി സ്ഥാനക്കയറ്റം കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സാങ്കേതികമായിട്ട് ഇവിടെ ഇപ്പോൾ MR അഭിലാഷ് നിയമവിദഗ്ധനുണ്ട് എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഒരു കേസിൻ്റെ പേരിലോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ പേരിലോ ഇപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ഒരു ആ കാര്യം അതവർ തീരുമാനിക്കുമോ അതോ ഇല്ലയോ? ഇനിയിപ്പോൾ 31-ാം തീയതി ആകുമ്പോഴത്തേക്കും MR അജിത് കുമാറിന്, റവാഡ ചന്ദ്രശേഖറിന് ഈ റിപ്പോർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്കും പിന്നീട് ആഭ്യന്തരമന്ത്രിക്കും കിട്ടിയില്ല എന്നുള്ള പേരിൽ MR അജിത് കുമാറിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുമോ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ VD സതീശൻ അതുവരെ ആസ്വദിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ പത്രമാധ്യമങ്ങളെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയാം. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പല പത്രമാധ്യമ സ്ഥാപനങ്ങൾക്കും പല കാരണങ്ങളാൽ ഇദ്ദേഹത്തിനെതിരെ, MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണം എന്നെന്തോ വ്യഗ്രതയുണ്ട്, എന്തോ താല്പര്യമുണ്ട്, എന്തോ അർജൻസി ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ തന്നെ പിന്തുണച്ച പല മാധ്യമങ്ങളും അവരാണ് ഇപ്പോൾ ഈ വാർത്ത വളരെ മുന്നിൽ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവരെയൊക്കെ തന്നെ നിങ്ങൾ ലഭ്യരായില്ലേ എന്ന തരത്തിൽ അവരെ കളിയാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ. എന്തായാലും ഈ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിലേക്കൊന്നും എത്തുന്നില്ല. MR അജിത് കുമാറിന് ഏതെങ്കിലും കാരണവശാൽ അത് സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള മെല്ലപ്പോക്ക് അങ്ങനെ അദ്ദേഹത്തിന് DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്നതിലേക്ക് എത്തിയാൽ
അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ അധികാരവർഗമായി പ്രതിപക്ഷത്ത് 10 വർഷം നീണ്ട 10 വർഷം ഇരുന്നല്ലോ, അതിനുശേഷം അധികാരവർഗമായി കഴിഞ്ഞപ്പോൾ എം.ആർ. അജിത് കുമാർ പിണറായി വിജയനെ എങ്ങനെയാണ് അടിമപ്പണി ചെയ്തത്, അതുപോലെ സതീശൻ്റെ കാലിൽ, ചെന്നിത്തലയുടെ കാലിൽ വീണ് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അവർ തീരുമാനം മാറ്റി, അല്ലെങ്കിൽ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തുകയാണ് എന്ന് നമുക്ക് ആ സമയത്ത് നമുക്ക് അതിന്റെ കൺക്ലൂഷനിലെത്താം. ശരി, 31 വരെ സമയമുണ്ടെന്നുള്ളതാണ്. അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ് ചെയ്യാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ്, ഇപ്പോൾ നിയമോപദേശം തേടിയ ശേഷമാണ് ഇതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആദ്യം തന്നെ ഈ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തു വന്ന വിവരങ്ങളുണ്ട്. SIT അതിൽ അന്വേഷണം നടത്തിയപ്പോഴാണല്ലോ 2 ഗ്രേഡ് SIമാരുടെ മൊഴിയടക്കമുണ്ട്. പക്ഷേ ഈ പറയുന്ന കേസ് അന്വേഷിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിച്ചു എന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ തിരുത്തിക്കാൻ വിളിച്ചു വരുത്തിയതിൻ്റെ തെളിവ് കൂടി വേണ്ടതുണ്ട്. അത് ഈ SITയുടെ റിപ്പോർട്ടിലില്ല. അതുകൂടി കിട്ടിയ ശേഷം ഒരു പിഴവുകളുമില്ലാതെ പഴുതടച്ചുള്ള റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് DGP ഇപ്പോൾ ആ റിപ്പോർട്ട് മടക്കിയത് എന്നാണ് സാങ്കേതികമായി അറിയിക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ നടപടികളിൽ ഒരു ചെറിയ വീഴ്ച പോലും ഉണ്ടായാൽ സ്വാഭാവികമായും അജിത് കുമാറിന് കോടതിയിലേക്ക് പോകാൻ പറ്റും. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും എന്ന വിലയിരുത്തലുണ്ട് സർക്കാരിന് എന്ന വാദവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ചില സൂചനകൾ മാത്രമാണ് സ്മൃതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള പരാമർശം SITയുടെ റിപ്പോർട്ടിൽ നിലനിൽക്കുന്നതല്ല എന്ന ആശങ്ക കൊണ്ടാണ് DGP ഇത് മടക്കിയതെന്നോ, അല്ല ശ്രീ ആനന്ദ് ചൂണ്ടിക്കാട്ടിയതുപോലെ സസ്പെൻഷനോ മറ്റു നടപടികളോ എടുക്കാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ വൈകിപ്പിക്കാനോ ഉള്ള വൈമുഖ്യം കൊണ്ടാണോ മടക്കിയതോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ മുൻപിൽ ചില സൂചനകൾ മാത്രമാണ്. ഒരു കാര്യം വ്യക്തമാണ്, SITക്ക് ശക്തമായ തെളിവുകളോടുകൂടി ഈ റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ SIT എത്രത്തോളം ഇന്റഗ്രിറ്റിയോടുകൂടിയാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നതെന്നുള്ളത് സംശയത്തിന്റെ നിഴലിൽ വരികയാണ്. കാരണം ഇത് നമുക്കിപ്പോൾ ഇന്ന് CMന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു യൂട്യൂബിൽ പിന്നീട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നടപടിയെടുക്കുവാനുള്ള ഒരു നിയമപരമായിട്ട് ധാർമ്മികമായിട്ടും മുൻപോട്ട് പോകുവാനുള്ള ഒരു സന്നദ്ധതയില്ലായ്മയൊന്നും അവിടെ പ്രകടമല്ല. നമുക്കിപ്പോൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേറിയ ഒരു CM ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിന്നെ പക്ഷേ ഇതിനകത്ത് മാധ്യമങ്ങളുടെ അതിജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നു. അവിടെ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനൽ കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നഗ്നമായിട്ട് കാക്കിയിട്ടുകൊണ്ട് മീഡിയ കണ്ണുകളുടെ മുൻപിൽ ഇതുപോലെ പ്രതിഷേധക്കാരെ ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ അടിച്ചമർത്തുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള വ്യത്യാസം, എവറി ക്രൈം ഈസ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് സൊസൈറ്റി. സമൂഹത്തിനെതിരെയുള്ള ഒഫൻസാണ് ഓരോ ക്രൈമും. ആ ക്രൈമിനെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ചെയ്യേണ്ടതിനെ ശിക്ഷിക്കേണ്ടവരായിട്ടുള്ള പോലീസുകാർ പ്രതിഷേധിക്കുന്ന, ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അതിക്രൂരമായിട്ട് നിയമപരമായിട്ട് അതിനുള്ള ഒരു അധികാരവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന ആ ഒരു പദവി മാത്രം കൊണ്ടു നടക്കുന്ന ആ ഒരു വ്യക്തി ഇതുപോലെ വടിയുമായിട്ട് ആ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി അവിടെ കാണിച്ചു കൂട്ടിയ ഈ മൃഗീയതയെ കേരള മനസാക്ഷി അപലപിച്ചിരുന്നു. കേരള മനസാക്ഷിയെ അത് വിറങ്ങലിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ക്രൂരതയാണ് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ വാഴ്ത്തുപാട്ട് പാടി നീങ്ങുന്നതല്ല മാധ്യമധർമ്മം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു വിഷയത്തിൽ എവിടെ നീതി നടപ്പാക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള മാധ്യമ സമൂഹം ഇതിനെ സംബന്ധിച്ചിടത്തോളം വിമർശനാത്മകമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ സർക്കാരിന് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള താല്പര്യക്കുറവോ തീരുമാനമെടുക്കാനുള്ള വൈമുഖ്യമോ ഒന്നും തന്നെ പ്രകടമല്ല. വി ക്യാൻ ട്രസ്റ്റ് ഹിം. പക്ഷേ ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ DGP ഇത് മടക്കി എന്ന് പറയും, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇത് മടക്കി എന്ന് പറയുമ്പോൾ അതെന്തിനാണ് മടക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചോദിച്ച പ്രിസൈസ് ക്വസ്റ്റ്യൻ അതാണ്. ചില സൂചനകൾ മാത്രമാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തിന് വിഘാതമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നിരീക്ഷണവും സാധ്യതയും മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മടക്കിയതാകാനും വഴിയുണ്ട്. കാരണം ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനൊരു വിഷയം മലയാളികളുടെ കൺമുമ്പിൽ ഇത്ര വലിയൊരു ക്രൂരത നടന്നു, അതിൽ നീതി കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നി, അല്ലെങ്കിൽ ജനങ്ങൾ കരുതുന്നു. പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നത് നാം വളരെ വലിയൊരു ഷോക്കോടുകൂടിയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ മനസ്സിലാക്കിയത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തന്നെ 5 പേരുടെയോ മറ്റോ മൊഴിയാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ ഇത് അദ്ദേഹം മടക്കി എന്ന് പറയുമ്പോൾ പോലീസിന്റെ അധികാര തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ള ഞെട്ടലൊന്നുമില്ല സ്മൃതി. അവർ ഇതുപോലെയുള്ള ഇടപെടലുകളൊക്കെ നിരന്തരം നടത്തുന്നതാകും. ഇങ്ങനെയുള്ള ഇടപെടലുകളൊന്നും ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെടുവാൻ പോലീസ് ഉദ്യോഗസ്ഥനെ, അതൊരു സാധാരണ ഉദ്യോഗസ്ഥനല്ല, ADGPയെ പ്രതിയാക്കാനുള്ള ഒരു ഗ്രാവിറ്റിയുള്ള വിഷയമായിട്ട് ഇവർ കാണുന്നുണ്ടാവില്ല. ഈ സി റൈറ്റ് മിൽസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകൻ, പവർ എലീറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സങ്കല്പനം, ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്ത് പതിറ്റാണ്ടുകളോളം വലിയ ചർച്ചകളൊക്കെ ഉയർത്തിയ ഒരു വിഷയമാണ്. അപ്പൊ ആ ഒരു തലത്തിൽ അധികാരം കൈയാളുന്ന ആ ഒരു ഉന്നത വർഗം ഉണ്ടല്ലോ, ആ ഒരു പവർ എലീറ്റിന്റെ ഒരു സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ DGPക്ക് ADGPയെ കുറ്റക്കാരനാക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നാളെ DGP ആകുവാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കർശനമായിട്ടുള്ള നിയമബോധവും ധാർമ്മിക ബോധവും പ്രകടിപ്പിച്ചുകൊണ്ട് നടപടിയെടുക്കുവാനോ ഒന്നുമുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യത കേരളത്തിന്റെയോ മറ്റൊരു സംസ്ഥാനത്തിന്റെയോ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ലാക്സിറ്റി അവിടെ DGPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിലേ ടാക്ടിക് ആയിട്ടാണോ ഇത് മടക്കിയതെന്ന് സാങ്കേതികത്വമാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ശ്രീ MR അഭിലാഷ്, ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് നേരിട്ട് ഞാൻ റിപ്പോർട്ട് വാങ്ങുകയല്ല ചെയ്യുക എന്ന് പറയുന്നു. അത് ആഭ്യന്തരമന്ത്രിയായാലും നേരിട്ട് റിപ്പോർട്ട് വാങ്ങുകയല്ല ചെയ്യുക എന്ന് പറയുന്നു. DGP പരിശോധിച്ച ശേഷം അത് നൽകുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങ് പറഞ്ഞത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്നുള്ളതാണ്. പക്ഷേ DGP SITക്ക് റിപ്പോർട്ട് മടക്കുന്നത് വ്യക്തത വേണ്ട ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. അപ്പോൾ ഇനി 31-ാം തീയതിക്ക് എത്ര ദിവസങ്ങളുണ്ട് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതിനു മുൻപ് വ്യക്തത വരുത്തി തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു തിടുക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? പറഞ്ഞോളൂ. അല്ല, ഇപ്പം 31 എന്നുള്ള ഒരു ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിനകത്ത് പാളിച്ചകളുണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത് മടക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതൊരു നേരായിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് ഇനിയിപ്പോ തുടരന്വേഷണം നടത്തി 30-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ച് തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് സാധ്യമാണെന്നും തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഇപ്പം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണെങ്കിലും, ഇവരൊക്കെ തന്നെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ ഓഫീസ് അസ്യൂം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ മയക്കുമരുന്നിനെതിരെ തൂഫാൻ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ അതേ ധാർമ്മിക ബോധത്തോടുകൂടി എത്ര ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അടിച്ച് തൂഫാനാക്കി കളയുവാനുള്ള ഒരു ജനാധിപത്യ ധാർമ്മികത പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. എഡി തോമസ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എഡി തോമസും കേട്ടിരിക്കും. ഇവിടെ മാധ്യമങ്ങൾക്കാണോ ഈ കേസിൽ അജിത് കുമാറിനെതിരായ നടപടിയിൽ ധൃതിയുള്ളത്? നിങ്ങൾക്ക് ധൃതിയില്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും വ്യാപകമായി ഈ ചോദ്യം ഉയരുന്നുണ്ട്. അത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന മുഴുവൻ മനുഷ്യരും MR അജിത് കുമാർ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെതിരെ, കാക്കിയിട്ട ക്രിമിനലിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അത് മാധ്യമങ്ങളുടെ മാത്രം ഒരു ആവശ്യമായി കാണുന്നില്ല. പിന്നെ മാധ്യമങ്ങൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഒരു കടമയാണ്. അത് മാധ്യമധർമ്മമാണ്. അത് തുടരണമെന്ന് തന്നെയുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അത് തെറ്റാണ് എന്നൊരു അഭിപ്രായം കൂടിയാണ് എടി പറയുന്നത്. നോക്കൂ, ഇതിൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ സാങ്കേതികത്വം നിറഞ്ഞ മറുപടികളാണ്. അതിൽ അങ്ങ് തൃപ്തരാണോ? കാരണം ഇതിൽ നിങ്ങൾ പറഞ്ഞോളൂ. അതായത് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു നടപടി എടുക്കുമ്പോൾ, ഒരു നയപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനെ എല്ലാ വശങ്ങളും പരിഗണിക്കേണ്ടതായി വരുമെന്നുള്ളത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്.
ഇപ്പൊ മുൻകാലങ്ങളിൽ LDF സർക്കാർ TP സെൻകുമാറിനെതിരെ എടുത്ത നടപടി പിന്നീട് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ ഒരു പകപോക്കൽ ഉണ്ടായി എന്ന ഒരു വാദം മറുപക്ഷത്തിന് ഉന്നയിക്കാതിരിക്കാൻ പഴുതടച്ച ചില തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ താമസം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ ആദരണീയനായ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എഡി തോമസ്, ഇപ്പോൾ ആദ്യ അന്വേഷണ സംഘം തയ്യാറാക്കിയ യഥാർത്ഥ കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ച ശേഷമാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കി തിരുത്തി എഴുതിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ S. അരുൺ തയ്യാറാക്കിയ ആദ്യ ഡയറിയിൽ മർദ്ദനത്തിന്റെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്നിറങ്ങിയ വെള്ള ഷർട്ട് ധരിച്ച ആളും കറുത്ത സൂട്ട് ധരിച്ച 3 പേരും ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് പ്രതിഷേധക്കാരിയെ തല്ലിച്ചതച്ചുവെന്നും ഇതിനിടെ ലോക്കൽ പോലീസിനും പരിക്കേറ്റുവെന്നും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ CCTV ദൃശ്യങ്ങളും മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തണമെന്നുള്ള കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കണമെന്നും ആദ്യ ഡയറിയിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ വിവരങ്ങളെല്ലാം ഒഴിവാക്കിയാണ് കേസ് ഡയറി അജിത് കുമാർ തിരുത്തിയത്. അപ്പോൾ ഈ തിരുത്തലിന് മുൻപും ശേഷവുമുള്ള 2 കേസ് ഡയറികളും നിലവിൽ SITയുടെ പക്കലുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനകം തന്നെ SITയുടെ പക്കലുണ്ട്. ഇനി ഈ SITയുടെ കയ്യിലില്ല എന്ന് പറയുന്നത് അജിത് കുമാർ വിളിച്ചു വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് വന്നതിന്റെ അജിത് കുമാർ ഓഫീസിലേക്ക് ADGPയുടെ ഓഫീസിലേക്ക് വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ഒരു വലിയ പിഴവാകുമോ? ആ ദൃശ്യമില്ലെങ്കിൽ ഈ കേസ് റദ്ദായി പോകുമോ? അതുകൊണ്ടാണ് വീണ്ടും ഈ പാളിപ്പോയ ഭാഗങ്ങളിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല എങ്കിൽ ADGP MR അജിത് കുമാർ DGPയായി സ്ഥാനക്കയറ്റം നേടും. അത് സംഭവിക്കുമോ തോമസ്? ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ഒരു ക്രിമിനലാണ്. അത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ ഞങ്ങളുടെ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഈ സർവീസ് കാലയളവ് പരിശോധിച്ചാൽ ഇതുപോലെയുള്ള പല ഇടപെടലുകളും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകമായി കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തര വകുപ്പിൽ P. ശശിയെ ഉപയോഗിച്ച് MR അജിത് കുമാറും ഒരു ഗൂഢസംഘവും കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്ത ചെയ്തികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ ഈ ക്രിമിനൽ ഉദ്യോഗസ്ഥനെതിരെ തെളിവുകൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ ആക്രമിച്ച വിഷയത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് MR അജിത് കുമാറാണ്. അത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനില്ല. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുജനങ്ങൾക്കുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇപ്പോൾ MR അജിത് കുമാറിന് RSSൽ സ്വാധീനം, MR അജിത് കുമാറിന് ഇടതുപക്ഷത്തിൽ സ്വാധീനം, ഇടത് സർക്കാരിൽ സ്വാധീനം, ഇപ്പോൾ UDF സർക്കാരിലും സ്വാധീനം എന്ന നിലയ്ക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇങ്ങനെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ശക്തരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ MR അജിത് കുമാർ? അപ്പോൾ ഇതിൽ ഈ പ്രതിപക്ഷത്തിന് കൂടി ഇക്കാര്യത്തിൽ ഒരു പരാതി ഇല്ല എന്നുള്ളത് ഭരണപക്ഷത്തിന് ഒരു സൗകര്യമാവുകയാണ്. സ്മൃതി, ഇതിൽ കാണേണ്ടത് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ട് പോലും അതിന്റെ ഒരു കൊളോണിയൽ ഹാങ് ഓവറിലാണ് കേരള പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വസ്തുത. അത് തന്നെയാണ് ഈ കേസിലും സംഭവിച്ചുകൊണ്ടുള്ളത്. 5 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച ഒരു കേസാണ്. 5ാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽ രാജാണ് ഈ കേസിൽ റഫർ റിപ്പോർട്ട് 16/8/2024 കോടതി മുമ്പാകെ സമർപ്പിക്കുന്നത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഈ കേസിൽ എങ്ങനെ ഇതിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാം, എങ്ങനെ തെളിവുകൾ കണ്ടെടുക്കാതിരിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ. ഞാനിത് മനസ്സിലാക്കുന്ന കേസിന്റെ രേഖകൾ പരിശോധിച്ചതെന്ന് മനസ്സിലാക്കുന്നത് 1/2/2024 തോംസൺ എന്ന് പറയുന്ന ഇതിലെ 5 അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. തുടക്കത്തിൽ ഈ കേസിന്റെ 23/12/2023 ഈ കേസ് മജിസ്ട്രേറ്റ് 22-ാം തീയതി ഉത്തരവിടുന്നു, 23-ൽ FIR എടുക്കുന്നു. FIR എടുക്കുന്ന ഘട്ടത്തിൽ എടുത്തിരുന്ന 324, 325 വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. തൊട്ടടുത്ത ദിവസം അത് ആ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ISHO അരുൺ
ഏറ്റെടുക്കുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി 325 കുറവ് ചെയ്ത് അന്നേ ദിവസം തന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു സാക്ഷികളുടെ പോലും മൊഴികൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ 325 വകുപ്പ് അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് ആ കേസ് ഇഴഞ്ഞു നീങ്ങുകയും 1/2/2024 കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ തോംസൺ ഈ കേസിന്റെ അന്വേഷണം ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ആ അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് അപകടകരമായ ചില സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക ഉത്തരവ് പ്രകാരം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഡിവൈഎസ്പി ആയിട്ടുള്ള അരുൺ ഈ കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തെ തുടർന്ന് ആണ് ഈ കേസിലെ അതിനുശേഷമാണ് സലീം രാജിലേക്ക് എത്തുന്നത്. 16/8/2024 ഇതിന്റെ ഫൈനൽ റഫർ റിപ്പോർട്ട് കോടതി മുമ്പാകെ കൊടുക്കുന്ന ആ ഘട്ടം വരെ ഈ കേസിൽ എന്തു സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ആസൂത്രണമുണ്ട്. ഒരുപക്ഷെ ഈ കേസിലെ ഈ പ്രതികളായിട്ടുള്ള അനിലും സന്ദീപും, അനിൽ PSO ആയിരുന്നു, സന്ദീപ് റിംഗ് റൗണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡിഫൻസ് ഈ കേസിലുണ്ട്. ആ ഡിഫൻസ് എന്ന് പറയുന്നത് 113 KP ആക്ട് പ്രകാരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി എന്നുള്ളത് മാത്രമാണ്. അപ്പൊ പോലീസിന്റെ ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് 5 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണോ, യഥാർത്ഥത്തിൽ അവർ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല. 2, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. അവർ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ 2 ചെറുപ്പക്കാർ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ അവിടെ മൂന്നാമതായി പരിശോധിക്കേണ്ടത് ഇങ്ങനെ ഇടപെടേണ്ട കാര്യം ഇവർക്കുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോ അവിടെ മുതൽ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ലാത്തി ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്ത പ്രവൃത്തികൾ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ നിന്നും എക്സീഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അധികരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങളും കൃത്യമായി നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇക്കാര്യത്തിലില്ല. പക്ഷെ എന്നിരുന്നിട്ട് പോലും അന്വേഷണ റിപ്പോർട്ട് റഫർ ചെയ്യണം, ഇതിൽ കുറ്റകൃത്യമില്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് ആണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ ശ്രീ MR അജിത് കുമാർ അന്ന് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ADGP ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പൊ SITയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷികളായിരുന്ന ASI പ്രദീപ്, ഗ്രേഡ് SI സാബു, CPO സന്തോഷ്, അതുപോലെ തന്നെ സീനിയർ CPO ആയിരുന്ന ശ്രീമോൾ, ഇവരുടെ മൊഴികളിൽ അന്നേ ദിവസം ആദ്യ മൊഴി എടുത്തിട്ടുള്ള അരുൺ എടുത്തിട്ടുള്ള മൊഴിയാണ്. അരുൺ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ മൊഴി എടുത്തതിന് ശേഷം അരുൺ ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ആ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി അവരുടെ ഫൈൻഡിങ്സ് ആയിട്ട് DGPക്ക് നൽകിയിട്ട് ആ റിപ്പോർട്ട് ഇപ്പോഴും നിലവിലുണ്ട്. ആ റിപ്പോർട്ട് ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ആ റിപ്പോർട്ടിൽ ശ്രീ AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ചിട്ടുണ്ട് ഈ പ്രതികൾ എന്നത് സംബന്ധിച്ച് ആണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണമല്ല നടത്തിയിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അന്ന് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് ശ്രീ MR അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഇക്കാര്യത്തിൽ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായത്. അതാണല്ലോ SIT ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പെൻഡ്രൈവിൽ കൊണ്ടുവന്ന റഫർ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ കേസ് ഡയറിയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിന്റെ നിർദ്ദേശം നൽകി തിരുത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണെന്നുള്ളത്. ഇതെല്ലാം SIT കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രസക്തമായ ചോദ്യം, അതാണ് ഈ സാങ്കേതികത്വം എന്ന് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ തുടങ്ങി വെച്ചത്. അതിലൊരു സാങ്കേതികത്വം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. 2 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ പെൻഡ്രൈവിൽ തിരുത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ADGPയുമായി നേരിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സലീം രാജോ കണ്ട് സംസാരിക്കുകയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം നേരിട്ട് വാങ്ങുകയോ ചെയ്തോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ അവിടെ സാങ്കേതിക പിഴവ് ഒഴിവാക്കുന്നതിന് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഓഫീസിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം ശ്രീ MR അജിത് കുമാറുമായി നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നൽകിയോ എന്നുള്ള ഒരു പ്രസക്തമായ ഉത്തരം SIT നൽകേണ്ടതുണ്ട്. അതിലേക്കാണ് ഈ സാങ്കേതികത്വം എന്ന് പറയുന്ന
പ്രശ്നം ഉദിക്കുന്നത്. കാര്യം ഈ IPS IAS ഓഫീസേഴ്സിനെതിരെ നടപടിയെടുക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരമാണ് നടപടിയെടുക്കേണ്ടത്. അപ്പൊ ആ നടപടിയെടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യതയോടുകൂടി നടപടി എടുക്കാൻ കഴിയാതെ വന്നാൽ നേരത്തെ സെൻകുമാർ സാറിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ച കനത്ത പ്രഹരം പോലെ മറ്റൊരു പ്രഹരം ഏൽക്കേണ്ടി വരും ഗവൺമെന്റിന് എന്ന ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ സാങ്കേതികത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി. അല്ലാതെ ഒരുപക്ഷെ ശ്രീ MR അജിത് ഖാന്റെ അവിശുദ്ധമായ കരങ്ങൾ ഈ സംസ്ഥാന സർക്കാരിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലും ഉണ്ട് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നതിനുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നതിന് ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുള്ളത്. അപ്പോ അങ്ങനെ അതിൽ മാത്രമല്ല, ആ ഉത്തരവിൽ തന്നെയും ഈ കേസ് പുനരന്വേഷണം മാത്രമായിരുന്നില്ല, ഈ കേസിൽ ആരൊക്കെ വഴിവിട്ടിടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് SIT കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ആ നിർദ്ദേശത്തിന് വിഘാതമായി ഒരു നിലപാട് എടുക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആരും ശ്രമിക്കേണ്ട എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ള തെളിവുകൾ ആശ്രയിച്ച് ഒന്നാമത്തെ കാര്യം ഈ മർദ്ദനം ഈ കേരളം മുഴുവൻ കണ്ടതാണ്. ഇനി അഥവാ ഈ സംരക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അതും കേരളം കാണുമല്ലോ. ഈ 31-ാം തീയതി വരെയുള്ള സമയമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നതല്ല. കാരണം 31-ാം തീയതി DGP ആയി MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കിട്ടും. അത് കിട്ടുമോ, അത് കൊടുക്കുമോ, അതിനു മുൻപ് റിപ്പോർട്ട് നൽകുമോ, അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് ആദ്യം വാങ്ങുക, അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിക്ക് കിട്ടുക, പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടുക എന്നുള്ള സാങ്കേതികത്വം അപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിൽ മാധ്യമങ്ങൾക്ക് അമിത താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. അങ്ങനെ ഒരു അമിത താല്പര്യം അങ്ങ് ഇതിൽ കാണുന്നുണ്ടോ? ഇത് ഈ യാത്ര നടക്കുമ്പോൾ മുതൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി മാധ്യമങ്ങളാണല്ലോ തത്സമയം കാണിച്ചിരുന്നത്. ഈ KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിച്ചതടക്കം, കരിങ്കൊടി കാണുമ്പോൾ തന്നെ ഹാലിളകുന്ന രൂപത്തിൽ പോലീസ് പ്രവർത്തിച്ച വിധം, ഈ കരിങ്കൊടി സമരത്തെ എങ്ങനെയാണ് CPM വിശേഷിപ്പിച്ചതെന്ന് നമ്മൾ അന്ന് കണ്ടതാണ്. പൂച്ചട്ടി എടുത്ത് മർദ്ദിച്ചത് നമ്മൾ കണ്ടതാണ്. AD തോമസ് അടക്കമുള്ളവർക്ക് കിട്ടിയ മർദ്ദനവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ അന്ന് മാധ്യമപ്രവർത്തകർക്ക് ഒരു അമിത താല്പര്യം കൊണ്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമല്ലല്ലോ. അല്ല, അന്ന് അമിത താല്പര്യം മാധ്യമപ്രവർത്തകർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവ് ആയിരുന്നത് ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും കോൺഗ്രസും UDFും ഒക്കെ തന്നെയാണ്. അന്ന് മാധ്യമങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇതെല്ലാം പൊതുസമക്ഷം ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യുകയും ഇതിലുള്ള ഏറ്റവും എന്താ പറയുന്നത്, ഇതിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അതിനെ ലാഘവത്തോടെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിനെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ അതിനെ ലാഘവത്തോടെ കാണുകയും ചെയ്ത ആ ഒരു നടപടിയെ വളരെ വലിയ തോതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപയോഗിച്ചാണ് VD സതീശനും കോൺഗ്രസും UDFും ഒക്കെ അധികാരത്തിൽ വരികയും അതുപോലെയുള്ള പല അവസരങ്ങളും മുതലെടുത്താണ് VD സതീശൻ ഈ മാധ്യമങ്ങളുടെ തന്നെ പരിലാളനയൊക്കെ കിട്ടിയിട്ടാണ് പല മാധ്യമങ്ങളും ഇവിടെ VD സതീശന് വേണ്ടി വളരെ ഘോരം വാദിച്ച രീതിയിൽ തന്നെയാണ് അന്ന് ഇവിടെ മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ പല മാധ്യമങ്ങളും പ്രത്യക്ഷമായിട്ട് ഇവിടുത്തെ മുത്തശ്ശി പത്രത്തിൻ്റെ ചാനൽ പോലും VD സതീശന് അനുകൂലമായിട്ട് നിന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ മൂന്നാമത്തെ സാധ്യതയുണ്ടായിരുന്ന അദ്ദേഹം ഒന്നാമത്തെ സാധ്യതയിലേക്ക് പൊതുജനാഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പാർട്ടിയിൽ അദ്ദേഹത്തിന് മൂന്നാമത്തെ സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായി. അതേ മാധ്യമങ്ങളെ ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ VD സതീശൻ തള്ളിപ്പറയുന്നത് വളരെ പരിഹാസ്യമാണ്. കാരണം അദ്ദേഹം ഈ ഇത്രയും കാലത്തിനുള്ളിൽ മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങൾക്ക് കൊടുത്ത എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ വരാനും ഈ സ്ഥാനത്തേക്ക് എത്താനും ഒക്കെ അദ്ദേഹത്തിന് പറ്റിയത്. പിന്നെ ഇവിടെ ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പൊളിറ്റിക്കൽ വില്ല് മാത്രമല്ല, പൊളിറ്റിക്കൽ ഡിസിഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇവിടെ റവാഡ ചന്ദ്രശേഖറിന് ഈ റിപ്പോർട്ട് ഷൗക്കത്ത് അലി SIT തലവൻ കൊടുത്തത് ജൂൺ 23-നാണ്.
ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് റവാഡ ചന്ദ്രശേഖർ DGPക്ക് അതിൽ ഒരു നിയമോപദേശത്തിനും വീണ്ടും 5 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ പിശകുണ്ടെന്ന് തോന്നുകയും അത് വീണ്ടും തിരിച്ചയക്കാനൊക്കെ തോന്നുന്നത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഷൗക്കത്ത് അലി ഇപ്പോൾ ആ ചുമതലയിൽ തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഏത് SIT ആരിത് വീണ്ടും പരിശോധിക്കും എന്നുള്ളതിൽ പോലും വ്യക്തതയില്ല. ഇപ്പോൾ ഇതിൽ 2 സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒന്നെങ്കിൽ ഈ നടപടിക്രമം ഒക്കെ പറഞ്ഞുകൊണ്ട് അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ തന്നെ നടപടി എടുക്കുകയാണെങ്കിൽ അജിത് കുമാർ അതിന് മുന്നേ ഈ 31 മുന്നേ തന്നെ കോടതിയെ സമീപിക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയോ ചെയ്ത് അദ്ദേഹത്തിന് നടപടിയെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് റദ്ദാക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുക്കേണ്ടി വരും എന്ന രീതിയിൽ സർക്കാർ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ സാഹചര്യം ഞാൻ കാണുന്നത്, എന്തു വന്നാലും അജിത് കുമാറിനെ സംരക്ഷിക്കുക, അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കൊടുക്കുക, DGP ആയി സ്ഥാനക്കയറ്റം കൊടുക്കുക, അങ്ങനെ ഒരു രീതിയിലാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. ഈ 2 പോസിബിലിറ്റിയെ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇവിടെ DGPയുടെ ചുമലിൽ ഹോം സെക്രട്ടറിയുടെ ചുമലിലൊക്കെ ഇതിട്ട് ഇതിനെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് UDFനോ കോൺഗ്രസിനോ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ഇതിൽ നിന്ന് കൈ കഴുകാൻ പറ്റുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ MR അഭിലാഷ്, അതിൽ എത്രത്തോളം സാധ്യത അങ്ങ് കാണുന്നുണ്ട്? ഇപ്പോൾ വൈകിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ DGP സ്ഥാനം നൽകാതിരിക്കാനാണ്. ഇതിനിടയ്ക്ക് കോടതിയിൽ പോയി അനുകൂലമായ ഉത്തരവ് വാങ്ങിയെടുത്താൽ അത് സർക്കാരിന് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിപ്പോൾ നീട്ടിക്കൊണ്ടുപോയി 31 ആകുമ്പോഴേക്കും സ്ഥാനക്കയറ്റം നൽകാതിരിക്കാനുള്ള തീരുമാനം, അത് കാരണം ഇതാണ് എന്ന് പറയുകയും ചെയ്യാം എന്ന രൂപത്തിലേക്ക് അതിലുള്ള സാധ്യത എത്രത്തോളമാണ്? മാത്രമല്ല, ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ കൂടാതെ ഈ MR അജിത് കുമാർ ഇങ്ങോട്ടേക്ക് ഉദ്യോഗസ്ഥരെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നതിൻ്റെ തെളിവില്ല എന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അതിലൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകുമ്പോൾ ഈ പറഞ്ഞ കാലതാമസം നമുക്കറിയാമല്ലോ. കഴിഞ്ഞ 23 നൽകിയ റിപ്പോർട്ട് ഈ സമയം 3 ആഴ്ചയ്ക്ക് ശേഷമാണത് പുനരന്വേഷണത്തിന് റിപ്പോർട്ട് തിരിച്ചു നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനി എടുക്കുന്ന കാലതാമസവും നമ്മുടെ മുന്നിലുണ്ട്. അതങ്ങനെ നീണ്ടുപോകട്ടെ എന്നുള്ളത് MR അജിത് കുമാറിനെതിരായ നീക്കമായിട്ട് കാണാൻ കഴിയുമോ? അല്ല, നാം ഇതിനെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു DGP തലത്തിലേക്കുള്ള ഒരു പ്രൊമോഷൻ തടഞ്ഞു വെക്കാനും മാത്രമുള്ള ഗൗരവകരമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീഡിങ്സ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പെൻഡിങ് ഇല്ല. ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ ശ്രീ ഹസ്കർ പറയുണ്ടായി കോടതിയിൽ പോകുന്നതിനെക്കുറിച്ചും അങ്ങനെയൊക്കെ വിശദമായിട്ട് ഒരു UDF സഹയാത്രികൻ ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന രീതിയിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുണ്ടായി. പക്ഷെ ഒരു ചോദ്യം ഉയരുന്നത്, IPC അല്ലെങ്കിൽ BNS പ്രൊവിഷൻസ് എത്ര ഇൻവോക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അന്വേഷണത്തിനെ അട്ടിമറിക്കാനുള്ള ഇടപെടലാണ് ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയത്? എന്തുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവരാരും ചിന്തിച്ചില്ല? ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരുന്നതെങ്കിൽ അയാൾ സർവീസിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു സസ്പെൻഷനെങ്കിലും ഫേസ് ചെയ്യുമായിരുന്നുവല്ലോ. എങ്ങനെയാണ് അങ്ങേക്ക് ഇത് TP സെൻകുമാർ കേസുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയുന്നത്? ഡോക്ടർ സെൻകുമാറിന്റെ കേസ് കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 97 പ്രകാരം പ്രകാശ് സിംഗ് കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ ചുവട് പിടിച്ച് 2 വർഷം മിനിമം ടെന്യൂർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ DGP പദവിയിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിൽ അവരോധിക്കപ്പെട്ട ഒരാളെ അൺസെറിമോണിയസ് ആയിട്ട് സാക്ക് ചെയ്തതിനെ ചാലഞ്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഫൈനലി സുപ്രീം കോടതി പോയത്. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതികളുടെയും ഒക്കെ കൺകറന്റ് ഫൈൻഡിംഗ് ആണ് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തത്. അതും ഇതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടൊരു ഇപ്പൊ SITയുടെ ഇന്റഗ്രിറ്റി എന്താണ്, SITയുടെ കോമ്പിറ്റൻസ് എന്താണ്? വളരെ പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ ആരെയും നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ സർവീസ് റെക്കോർഡ്സ് ഒന്നും നമ്മൾ പരിശോധിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വെച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ CCTV വിഷ്വൽസോ ഇത്ര ഒരു തെളിയിക്കാൻ, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിട്ട് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപോദ്ബലകമായിട്ടുള്ള കാര്യങ്ങളൊന്നും റെക്കോർഡിലില്ലാതെയാണോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് DGPക്ക് പോയത്? അപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോംപ്രമൈസ് ചെയ്യപ്പെട്ടോ? SITക്ക് ഒരു കേസ് തങ്ങളുടെ സുപ്പീരിയർ ഓഫീസറിനെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഇടപെടൽ, സാധാരണ സത്യസന്ധരായിട്ടുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്രയധികം വൈകാരികമായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ഔദ്യോഗികമായിട്ട് ഹറാസ് ചെയ്ത് ഇത്തരത്തിൽ അവരെ ഇന്റർഡിക്റ്റ് ചെയ്യാൻ ഒരു ADGP ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണത്തിൽ നീതിപൂർവമായിട്ട് ഫുൾ പ്രൂഫായിട്ട് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു SIT? ഇതൊന്നും എന്താ ശ്രീ ഹസ്കർ ബീങ് എ ലോയർ അദ്ദേഹം ഇതൊന്നും എന്താ ചിന്തിക്കാഞ്ഞത്?
അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ കഴിയും. ഇതിനകത്ത് എവിടെയൊക്കെയോ ഈ അന്വേഷണം ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എവിടെയാണ് ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യപ്പെട്ടതെന്ന് നമുക്കറിയില്ല. ഈ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പരിമിതി പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് ചിന്തിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. SIT ഇങ്ങനൊരു റിപ്പോർട്ട്, ഇങ്ങനെ ഒരു മുടന്തൻ തെളിവുകളുള്ള ഒരു റിപ്പോർട്ട്, നിലനിൽക്കാത്ത ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടത് SIT തന്നെയാണ്. പിന്നെ ADGPക്കെതിരെ തെളിവുകൾ വളരെ വ്യക്തമായിട്ട് റെക്കോർഡിൽ കൊണ്ടുവന്ന് ഈ മൊഴികളിലെ സത്യസന്ധത ആർജവത്തോടുകൂടി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേരള പോലീസിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള ചോദ്യം ഉയർത്തുന്നു. പിന്നെ DGP എന്തുകൊണ്ട് അത് മടക്കി എന്നതിനെക്കുറിച്ച് വളരെ സംശയാസ്പദമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊമോഷൻ തടയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല സ്മൃതി. കാരണം പ്രൊമോഷൻ തടയണമെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആർബിട്രറി ആയിട്ട് അദ്ദേഹം ഇടപെട്ടത്, അന്വേഷണം അട്ടിമറിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടി, ഇവിടെ പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കോടതി അദ്ദേഹത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രൊമോഷൻ നടപടികളിലൊന്നും തന്നെ പ്രിയംറ്റീവായിട്ടുള്ള ഇന്റർഫറൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അദ്ദേഹത്തിനെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസർ ആയിരുന്നു, ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമായിരുന്നു. ഇത് ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇവിടെ ഒരു നടപടിയും വരുന്നില്ല. അങ്ങനെ ആരും ചിന്തിക്കേണ്ട. ഇവിടെ നീതി ഇൻ ഷോർട്ട് ടേമിൽ ഇവിടെ നടപ്പാക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. നമ്മുടെ ജനാധിപത്യം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം നീങ്ങുന്നതെന്ന് ആശ്വസിച്ച് വിമർശിച്ചിരിക്കുക. അതായത് ഒരു ക്രിമിനൽ കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമായിരുന്നു. ഇത് ക്രിമിനൽ കേസാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് MR അഭിലാഷ് പറയുന്നത്. മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കീഴുദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ട് അത് DGPയിലെത്തി, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകി, ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി, പിന്നെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. അത് നടപടിക്രമം അദ്ദേഹം വിശദീകരിക്കുകയാണ്. പക്ഷേ എന്താണ് റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ എന്താണ് വേഗം കൂട്ടാത്തത് എന്ന് മുഖ്യമന്ത്രിക്ക് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് ചോദിക്കാം. അതിൽ ഈ നടപടിക്രമങ്ങൾ വലിയ തടസ്സമാണോ ശ്രീ AD തോമസ്? അത് നമുക്കൊരു കാര്യം ചെയ്യുന്നതിലുള്ള താല്പര്യവും അതിന്റെ ഒരു ആത്മാർത്ഥതയും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഇതൊരു മുനവെച്ച ചോദ്യമാണ്. അതായത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം, ഒരു ഗവൺമെന്റിന് അത് എല്ലാ വശങ്ങളും പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. അത് സ്വാഭാവികമാണ്. അതങ്ങ് മനസ്സിലാക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. പക്ഷേ അപ്പോഴും ഇവിടുത്തെ വിഷയം നിലനിൽക്കുകയാണ്. ഈ MR കുമാർ എന്ന് പറയുന്ന ക്രിമിനൽ ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി ഉറപ്പായും ഉണ്ടാകുമെന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് സർക്കാരിന് അവസാന നിമിഷം വരെയും പല വശങ്ങളും പരിഗണിക്കേണ്ടി വരും. അതിലൊരു ക്ലാരിറ്റി വരുത്തേണ്ടി വരും. അതിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും. അത് പാലിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന്റെ പേരിൽ MR കുമാർ എന്ന ക്രിമിനലിനെ UDF സർക്കാർ സംരക്ഷിക്കുന്നു എന്നൊരു ധ്വനി അതിൽ വരരുതെന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അങ്ങനെ ഒരാൾ സംരക്ഷിക്കേണ്ട ഗതികേട് UDFനോ ഈ ഗവൺമെന്റിനോ അയാളെ ചുമക്കേണ്ട ഗതികേട് കേരളത്തിലെ പൊതുജനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു പ്രതികരണം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ ഒരു വീക്ഷണം. നിങ്ങളെ സംബന്ധിച്ച് ഇതിലൊരു ആശങ്കയുണ്ടല്ലോ അല്ലേ? ആ ആശങ്ക തന്നെയാണ് മാധ്യമപ്രവർത്തനം പങ്കുവയ്ക്കുന്നത്. അതിലൊരു മുനവച്ച ചോദ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതിൽ എന്തുകൊണ്ട് ഒരു FIR ഇട്ടില്ല എന്നുള്ള ചോദ്യം നിങ്ങൾക്കും ഉണ്ടല്ലോ, ഇല്ലേ? ഇതിലുള്ള ഒരു ചോദ്യത്തിൽ ഇതൊരു സ്വാഭാവികമായി ചോദിക്കുമ്പോൾ അതൊരു ന്യായമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിന് ചില വശങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരുമല്ലോ. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം ക്ഷമിച്ചാൽ മതിയാവും. അതിനുള്ളിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് മറ്റു പ്രതികരണങ്ങൾ നടത്തുന്നില്ല. ശരി, അങ്ങേക്ക് അതിലുള്ള പരിമിതി എനിക്കറിയാം. അഡ്വക്കേറ്റ് BN ഹസ്കർ, അങ്ങേക്ക് ഇതിൽ മറുപടി പറയാമല്ലോ. എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങീ പറഞ്ഞതുപോലുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു വേണമോ ഒരു കാര്യത്തിലെ വേഗം മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിക്ക്? അത് അങ്ങനെ സംഭവിക്കൂ എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, മാധ്യമങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ജനാധിപത്യപരമാണ്? മാധ്യമങ്ങളെ അറിയിക്കുന്ന സമയമൊക്കെ ഉണ്ടാകാം, പക്ഷെ ആ പറയുന്നതിലെ രീതിയൊക്കെ എത്രത്തോളം ജനാധിപത്യപരമാണ്? അല്ല സ്മൃതി, ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് കണ്ടത് രണ്ട് കുറ്റകൃത്യങ്ങൾ, രണ്ട് പ്രശ്നങ്ങളാണ് ഈ കേസിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഒന്ന്, ഇതിൽ ശ്രീ MR അജിത് കുമാർ നിയമവിരുദ്ധമായി ഈ പ്രതികളെ സഹായിക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യകരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം.
രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹത്തിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഡെറിലക്ഷൻ ഓഫ് ഡ്യൂട്ടി അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള രണ്ട് പ്രശ്നങ്ങളാണ് SIT-യുടെ അന്വേഷണ പരിധിയിൽ വരാനുള്ളത്. വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ ഷൌക്കത്ത് അലിയാണ് ഈ അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് നമുക്ക് TPയുടെ വധക്കേസിന്റെ മാത്രം വിധിപ്പകർപ്പുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റ് പല അന്വേഷണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ബൈജു പൗലോസിനെ പോലെ നേരത്തെ ഒരു എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ വളരെ ഒരു സിനിമാ നടനടക്കം പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ ബൈജു പൗലോസ്. ഇത്തരം ആളുകളെയാണ് ഈ SIT രൂപീകരിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ഈ അന്വേഷണ സംഘത്തിൽ നിയോഗിക്കുന്നത്. ഇവരെല്ലാം അന്വേഷണ മികവിന് ഈ സംസ്ഥാന പോലീസിനെ ലോകത്തിന്റെ മുന്നിൽ നെറുകയിലേക്ക് എത്തിക്കുന്നതിൽ കഴിഞ്ഞിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവരന്വേഷിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീ MR അജിത് കുമാർ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്, ഏതെങ്കിലും ഒരു ക്രൈം അദ്ദേഹം ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി FIR എടുക്കപ്പെടേണ്ടത് തന്നെയാണ്. അതല്ലാതെ ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വിംസ് ആൻഡ് ഫാൻസീസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് അങ്ങനെ FIR എടുക്കുന്നതിനൊരു നിർദ്ദേശം നൽകിയാൽ, നേരത്തെ ഞാൻ TP സെൻകുമാർ സാറിന്റെ അതിലൊരു താരതമ്യമില്ല എന്ന് ശ്രീ MR അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പോകുന്നു. ശരി, അതിലൊരു താരതമ്യമില്ല. അതില്ല, ഞാൻ അതിന്റെ താരതമ്യം എന്ന് പറയുന്ന അതിൽ ലഭിച്ച പ്രഹരമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു FIR എടുക്കുന്നു, ഇതുവരെ ലഭിച്ച മറ്റ് തെളിവുകളുടെ അഭാവത്തിൽ ഒരു FIR എടുത്തുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കാൻ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് വരാൻ പോകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്, അദ്ദേഹം ഉടൻ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോവുകയും ഉടൻ തന്നെ അദ്ദേഹത്തിന് ആ നടപടി നിർത്തിവെക്കപ്പെടാനുള്ള ഒരു ഉത്തരവ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്ത പ്രയത്നങ്ങൾ ആകമാനം വെള്ളത്തിൽ വരച്ച വരയായി തീരും എന്നുള്ളത്. പക്ഷേ ശ്രീ ഹസ്കർ, ഈ അന്വേഷണം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു അന്വേഷണത്തിലേക്ക്, അല്ലെ, കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഹൊസബളയുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച അടക്കം ആദ്യം പുറത്തു പറഞ്ഞിട്ടുള്ളത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു അത് പുറത്തുവിട്ടത്, അല്ലെ, ആദ്യം പറഞ്ഞത്. അപ്പോൾ എന്താണ് MR അജിത് കുമാർ എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അല്ല, നിശ്ചയമായും അത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. രാം മാധവനും അതുപോലെ തന്നെ RSS നേതാക്കന്മാരായ ശ്രീ രാം മാധവനും അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബുള്ളയുമായിട്ടും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും മുമ്പിൽ ആദ്യം പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ തന്നെയാണ്, ഒരു സംശയമില്ല. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നിടത്ത് നിന്ന് ഈ ADGP ശ്രീ MR അജിത് കുമാർ എന്താണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മാത്രം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം നടപ്പിലാക്കാൻ കഴിയുമോ? ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില്ല. മാത്രമല്ല, ഇതിൽ ഇത്തരം ഒരു നടപടിയിലേക്ക് ശുപാർശ ചെയ്യേണ്ടത് DGP-യാണ്. DGP-യുടെ ഇൻഡിപെൻഡന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ആ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ DGP-ക്കും ചെയ്യാൻ കഴിയൂ. DGP ഇപ്പോ SIT പറയുകയാണ്, നൽകിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP നടപടിക്ക് ശുപാർശ ചെയ്താൽ ആ നടപടി നിലനിൽക്കില്ല, നിയമത്തിന്റെ മുന്നിൽ, കോടതികൾക്ക് മുമ്പിൽ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോ ഇത് തിരികെ നൽകിയുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പരമപ്രധാനം, ഇപ്പൊ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത് തുടർന്ന് ആ ചാർജ് ഷീറ്റിന് ഒടുവിൽ അദ്ദേഹത്തിന്റെ സർവീസ് റിമൂവ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തെ സർവീസ് ചെയ്യുന്ന പുറത്താക്കുന്നതിന് കഴിയില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ സർവീസിൽ ഇപ്പോൾ ശ്രീ രാം മാധവനും അതുപോലെ ദത്താത്രേയ ഹൊസബുള്ളയും പോലുള്ള RSSന്റെ സമുന്നത നേതാക്കന്മാരുമായി ബന്ധമുള്ള ഒരാളെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അങ്ങനെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്യും എന്ന് കരുതാൻ മാത്രം ബുദ്ധിശൂന്യരല്ലല്ലോ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ. അപ്പൊ അത് പഴുതടച്ചുള്ള അന്വേഷണമാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. അതാണ്, ആ സാങ്കേതികത്വമാണ് ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിഷയത്തിലടക്കം MR അജിത് കുമാറിനെതിരെ അന്ന് പ്രതിപക്ഷം ഉയർത്തിയ വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതേ നാവ് ഉപയോഗിച്ച് ഇന്ന് നടത്തുന്ന വാദങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ശ്രീകാന്ത് കൊച്ചുകുടി, അപ്പോൾ ഈ 31-ാം തീയതി വരെ കാക്കാം എന്നുള്ള രൂപത്തിലാണോ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തെ അങ്ങ് കാണുന്നത്? ഇപ്പോൾ ഓരോ സർക്കാരുകൾ വരുമ്പോഴും ആ സർക്കാരുകളെ പ്രീണിപ്പിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ നിലയ്ക്ക് MR അജിത് കുമാർ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ ഒരു കാഴ്ചയുമാണ്. ഇപ്പോൾ ഈ സംഭവത്തിലും അതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ്
MR അഭിലാഷിനെ പോലുള്ളവർ കരുതുന്നത്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? അതിന് തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം നമുക്കറിയാം, ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന പല കാര്യങ്ങളും അധികാരത്തിലെത്തിയാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റേത് പാർട്ടിയാണെങ്കിലും, അവർ വളരെ കൺവീനിയൻ്റ് ആയിട്ട് മറക്കും. എന്നിട്ട് അവർ അന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് പലപ്പോഴും പ്രവർത്തിക്കും. ഇതിൽ നമ്മളെ നിരാശരാക്കുന്ന കാര്യം, VD സതീശൻ ഒരു സാധാരണ കോൺഗ്രസ് നേതാവിൻ്റെ പരിവേഷത്തോടു കൂടിയല്ല വന്നത്. ഇപ്പോൾ ചെന്നിത്തലയോ KC വേണുഗോപാലോ ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിൽ, അവർ വന്നിരുന്നെങ്കിൽ ആ ഒരു രീതിയിലല്ലല്ലോ VD സതീശനെ ഇവിടെ അദ്ദേഹം പൊസിഷൻ ചെയ്തത്. അദ്ദേഹം നിലപാടിൻ്റെ രാജകുമാരനാണ്, അദ്ദേഹത്തിന് വലിയ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തെ ഇവിടുത്തെ പൊതുസമൂഹവും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗവും വിശാല ഇടതുപക്ഷം എന്ന് പറയാവുന്ന പഴയ VS പക്ഷക്കാരുൾപ്പെടെയുള്ള ഇവിടുത്തെ ഒരു കേരളത്തിലെ ഒരു ക്രോസ് സെക്ഷനെ അദ്ദേഹം കയ്യിലെടുത്തത് ഇതുപോലെയുള്ള പൊടിക്കൈകളൊക്കെ വെച്ചിട്ടാണ്. അതിനുശേഷം അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ പിന്തുണച്ചു. അതായത് പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. കാരണം കേരളം വലിയ കടക്കണിയിലാണ്. ഇവിടെ സ്വകാര്യവൽക്കരണം, മൂലധനം, കുത്തക എന്നൊന്നും പറഞ്ഞിട്ട് പഴയ CPMൻ്റെ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഘടകവിരുദ്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ ആർജവം അദ്ദേഹം കാണിക്കാതെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളോട് കയർക്കുന്ന രീതി, അത് ജനാധിപത്യ വിരുദ്ധമാണ്. അദ്ദേഹം പിണറായിക്ക് പഠിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പണ്ട് കരുണാകരൻ്റെ ശൈലി മാറ്റണം എന്നുള്ള വലിയ ആവശ്യമായിട്ട് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ തന്നെ VD സതീശനും വേണുഗോപാലും ഒക്കെ അന്ന് ആ കൂട്ടത്തിലായിരുന്നു, തിരുത്തൽവാദികളുടെ. ആ ഒരു തരത്തിലേക്ക് കോൺഗ്രസിൽ ഇനിയിപ്പോൾ KPCC അധ്യക്ഷനൊക്കെ വരാനിരിക്കുകയാണ്. ആ ഒരു തരത്തിലേക്ക് ശൈലി മാറണമെന്ന് ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരെ കൊണ്ടും ജനങ്ങളെ കൊണ്ടും തന്നെ പറയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സതീശൻ കാര്യങ്ങൾ അവിടെ വരെ എത്തിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ആനന്ദ് കൊച്ചുടി, പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണല്ലോ. ഇതിൽ ഇരകളായതും പാർട്ടിയിലെ പ്രവർത്തകരാണ്. അവർ വെറും പാർട്ടി പ്രവർത്തകർ എന്നല്ല മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്നാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയ കുഞ്ഞുങ്ങളിൽ ഒരാളല്ലോ ഇപ്പോൾ ഇ.ഡി. തോമസ്. അപ്പോൾ അവരിവിടെയുണ്ട്, അവരനുഭവിക്കുന്ന കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുമോ? പ്രതിപക്ഷം ഉയർത്തുന്നൊരു വിഷയമാണെങ്കിൽ അതിലെന്തെങ്കിലും പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അല്ല, ഞാനിന്ന് സതീശൻ്റെ വേണ്ടി ഘോരഘോരം അദ്ദേഹത്തിൻ്റെ അനുകൂലിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് A.D. തോമസ് ഇപ്പോൾ MLA ആയില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ എന്നാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറിയെങ്കിൽ അത് അത്ര നല്ല സൂചനയല്ല നമുക്ക് നൽകുന്നത്. ജനങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ടുണ്ട്, അതൊരു ഘടകവുമായിട്ടുണ്ട്. ഞാൻ വരാം. അങ്ങനെ ഞാൻ പറയട്ടെ, ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് നേതാക്കളും അങ്ങനെ പറയില്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലുകളുമായി സന്ധി ചെയ്യേണ്ട ഗതികേട് ഈ പാർട്ടിക്കോ ഈ മുന്നണിക്കോ ഈ മുന്നണിയെ നയിക്കുന്ന നേതാക്കൾക്കോ ഇല്ല. അങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലം യൂത്ത് കോൺഗ്രസുകാരുടെ, KSUക്കാരുടെ, യൂത്ത് ലീഗുകാരുടെ, MSFകാരുടെ ചോര തെരുവിൽ വീഴ്ത്തിയ ക്രിമിനലുകൾക്കെതിരെ സന്ധി ചെയ്യേണ്ട ഒരു ഗതികേടും, അത്തരത്തിലുള്ള കേസുകൾ അട്ടിമറിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കേണ്ട ഒരു ഗതികേടും UDFനില്ല. ഇനി അങ്ങനെ സംരക്ഷിക്കുന്നുവെന്ന് രഹസ്യത്തിൽ പറയുന്ന കോൺഗ്രസുകാരെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആളുകൾ അവർ കോൺഗ്രസുകാരല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഭാഷ്യം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുടി യഥാർത്ഥ കോൺഗ്രസുകാരനല്ല താങ്കളോട് സംസാരിച്ചെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹം MLA ആണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ തന്നെ MLA ആണ് ഈ കോൺഗ്രസ്സുകാരൻ. എൻ്റെ കയ്യിൽ ഫോൺ റെക്കോർഡ്, അത് ഈ എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ A.D. തോമസിന് ഞാൻ ഈ ചർച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ പേര് പറഞ്ഞു കൊടുക്കാം. അതൊന്നും ഈ കോൺഗ്രസ്സുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറയും. അദ്ദേഹം ഈ 30-ാം തീയതി ഇദ്ദേഹം അതൊരു മര്യാദകേടാണ്. എന്തായാലും 30-ാം തീയതി ഈ അജിത് കുമാർ DGP ആകുകയാണെങ്കിൽ A.D. തോമസ് ഈ നിലപാട് തന്നെ പറയുമെന്നാണ് എനിക്ക് അറിയാനുള്ളത്. പിന്നെ പണ്ടിവിടെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ DGPയെ രാജിവെപ്പിക്കാതെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ നഷ്ടമാക്കിയ ചരിത്രം കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കോൺഗ്രസ്സുകാർ തന്നെയാണ്, കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും വളരെ ഈ ആദ്യത്തെ സംഭവമൊന്നും അല്ല. ഇപ്പോൾ അജിത് കുമാർ DGP ആകാൻ തന്നെയാണ് സാധ്യത എന്ന് ശ്രീ MR അഭിലാഷ് പറയുന്നതിന് ഞാനും അത് തന്നെയാണ് സാധ്യത എന്ന് ചിന്തിക്കുന്ന ആൾ തന്നെയാണ്.
ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ആ നിലപാട് അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 31-ന് മുൻപ് തന്നെ DGPയുടെ റിപ്പോർട്ട് ലഭിക്കും സർക്കാരിന് എന്നാണോ അങ്ങ് കരുതുന്നത്? സർക്കാർ തീരുമാനിക്കട്ടെ. ഇപ്പൊ 31-ാം തീയതി വരെ സമയമുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് DGPയുടെ അടുത്ത് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് കേൾക്കുന്നുണ്ടോ ശ്രീ ഡി തോമസ്? അവിടെ കറണ്ട് പോയി. കേൾക്കാമോ കേൾക്കുന്നുണ്ട് ശ്രീ ഡി തോമസ്? കറണ്ട് പോയി കേട്ടോ. കേൾക്കാമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് കറണ്ട് പോയതാണ്. അത് ഇത്ര ദിവസം, അതായത് 20 ദിവസമെങ്കിലും ഈ റിപ്പോർട്ട് DGPയുടെ പക്കൽ നിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ നിങ്ങൾ എണ്ണിയിരുന്നില്ലേ? എന്താണ് അതിന്മേൽ നടപടി ഉണ്ടാകുന്ന പരിശോധനയും അന്വേഷണവും ഉണ്ടായില്ലേ? അതും ഈ പറഞ്ഞ മാതിരി നടപടിക്രമങ്ങളോടെ ഇന്നയാളോട് ചോദിച്ച് അവിടെ നിന്ന് പുറത്ത് എന്ന മട്ടിലാണോ? നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാമല്ലോ ആഭ്യന്തരമന്ത്രിയോട്, മുഖ്യമന്ത്രിയോട്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സർക്കാരിന്റേതായ ഓരോ നടപടിക്രമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് പാലിക്കട്ടെ. കൃത്യമായ രീതിയിൽ ഒരിക്കൽ കൂടി അന്വേഷണം നടത്തണമെങ്കിൽ അന്വേഷണം നടത്തട്ടെ. അതിന്റെ ആ ഒരു രീതിയിൽ തന്നെ നടപടി ഉണ്ടാവട്ടെ. അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരിയായ നടപടി ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എഡി തോമസ്, നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുമുള്ളത്. വളരെ നന്ദി എഡി തോമസ്. ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് BN ഹസ്കർ, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഒപ്പം തന്നെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.